നെയ്യാറ്റിൻകരയിലെ സമാധിയിൽ കല്ലറ തുറക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് കോടതി നോട്ടീസ് അയച്ചു. കല്ലറ എപ്പോൾ തുറക്കണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തിട്ടില്ല. അച്ഛൻ മരിച്ചതല്ല, സമാധിയായതാണെന്ന് മകൻ കോടതി വിധി വന്ന ശേഷവും പ്രതികരിച്ചു. കോടതിയെ നിയമങ്ങളെ എല്ലാവരെയും ഞാൻ മാനിക്കുന്നുണ്ട്. വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചതല്ല, എൻ്റെ അച്ഛൻ സമാധി ആയതാണ്. അതില് ഇപ്പൊ ആളെ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂളുണ്ട് സ്കാനറില്ലേ. ഇത് അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അതുമായിട്ട് ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു സന്യാസിയാവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ ആ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. കോടതി വിധി അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. അന്വേഷണമായി തുടർന്ന് സഹകരിക്കില്ല. ഇപ്പൊ അത് എത്രയോ വർഷപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ പൂജാരിക്ക് എവിടെയെന്നുള്ളതാണ് ചോദ്യം. ചേട്ടാ, ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സമാധി ആവണ ദിവസം നിങ്ങൾ തന്നെയാണ് എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ആരെയും അറിയിക്കുകയോ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ അച്ഛൻ്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി. എപ്പോൾ വേണമെങ്കിലും കല്ലറ പൊളിച്ചു നീക്കാമെന്നുള്ള ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു കോടതി എന്നുള്ളതാണ് വാർത്ത. ജിബിൻ JB വിശദാംശങ്ങൾ നൽകും. ജിബിൻ, ഈ കോടതി വിധി വന്നതിന് ശേഷവും മകൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതേസമയം കോടതി വിധിയെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ? എപ്പോൾ പൊളിക്കും ഈ സമാധി? അക്ഷയ്, ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം വന്നതിന് ശേഷം, അതായത് കല്ലറ തുറന്നുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടും ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതേ പ്രതികരണം തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ അച്ഛൻ മരിച്ചിട്ടില്ല, അതൊരു സമാധി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി ചോദിച്ച മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നുള്ള കാര്യം ഈ കാര്യത്തിൽ അപ്രസക്തമാണ്. അങ്ങനെ ഒരു കാര്യം ഇവരുടെ ബാധിക്കില്ല. കാരണം അച്ഛൻ മരിച്ചിട്ടില്ല, സമാധി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ മരണ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ ഗോവൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ്. നമ്മുടെ ഇപ്പോൾ അമൽ കൂടി ചേരുന്നുണ്ട്. അമലും ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായ സമയത്ത് ആദ്യം ഇവിടെ എത്തുന്ന അമലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ടത് കുടുംബത്തിന്റെ പ്രതികരണം ഇപ്പോഴത്തെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇപ്പോൾ അവരുടെ വീട്ടില് ഒരു ഏറ്റവും മൂത്ത മകൻ മാത്രമാണുള്ളത്. ബാക്കി എല്ലാവരും ആശുപത്രിയിലാണ്. അവരുടെ അമ്മയ്ക്ക് എന്തോ വയ്യ എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ എന്തായാലും കല്ലറ തുറന്നൊരു തുറന്ന് പരിശോധനയുണ്ട് എങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ സുരക്ഷയടക്കം ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ വേഗത്തിൽ തിടുക്കപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായതിൻ്റെ ഒരു തനിയാവർത്തനം ഇനി വേണ്ട എന്നുള്ളതാണ് പോലീസിന്റെയും നിലപാട്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ കുടുംബം പറഞ്ഞിരുന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവരുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പിന്തുണ ഈ നിലവിൽ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഇല്ല. അവരാണെങ്കിൽ ഇത് തടയുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഇന്നിപ്പോൾ ഇത്രയും സമയമായിട്ടുണ്ട്. ഇന്ന് ഇത് തുറന്നൊരു പരിശോധന ഉണ്ടാകില്ല, നാളെ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ വരികയാണ്. ഇതിന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഈ തൊട്ട് പിന്നിൽ കാണുന്ന 4.5 അടി ഉയരമുള്ള ഒരു സ്ഥലത്ത് ആ കോൺക്രീറ്റ് വാളിക്കുള്ളിൽ ഒരു മനുഷ്യനിരിപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാ മരണം സംഭവിച്ചു എന്നുള്ളത് പോലും വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. അവിടെ കൊണ്ടുയിരുത്തിയ ശേഷം ഇരുന്ന ശേഷം മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ മരിച്ച ശേഷം ഇവിടെ കൊണ്ടിരുത്തിയതാണോ, ഇങ്ങനെ പല സംശയങ്ങളും. ഈ സംശയങ്ങൾക്കെല്ലാം നാളെയോടുകൂടി ഒരു ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് നിലവിലത്തെ ഒരു പ്രതീക്ഷ. ഇന്നിപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് ഇന്ന് തുറക്കില്ല, നാളെ രാവിലെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷയ്, അത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടി ഇത്തരത്തിലൊരു പരാമർശം വന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് കളക്ടർക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഡയറക്റ്റ് നോട്ടീസും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് നടപടികളായി മുന്നോട്ട് പോകുന്നതിന് ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളില്ല എന്ന് നെയ്യാറ്റിൻകര DYSPയും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്നിപ്പോൾ സമയം വൈകിയിരിക്കുകയാണ്. ഈ രാത്രി 6 മണിക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നതിന് തടസ്സങ്ങളുണ്ട്, പ്രത്യേകിച്ച് നിയമ തടസ്സങ്ങളൊക്കെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയോടുകൂടി തന്നെ ഈ ഗോവൻ സ്വാമി സമാധി ഇരിക്കുന്നു എന്ന് പറയുന്ന ഈ കോൺക്രീറ്റ് കല്ലറ പൊളിച്ചുകൊണ്ട് ആ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടികളും തുടർ നടപടികളൊക്കെ തന്നെ നാളെ രാവിലെയോടുകൂടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, ജിബിൻ JBയും അമൽ തേനമ്പറമ്പിലുമാണ് വിവരങ്ങൾ നൽകിയത്.